ഹലോ ഹലോ. ഇതെവിടാ ഇത്? എടാ എന്ത് വേണം, എത്ര തവണ വിളിച്ചെന്നറിയാമോ നിന്റെ ഫോണിലൊക്കെ? എടുത്ത് നോക്ക്. ഞാൻ വിവറയിലേക്ക് ഊന്നിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആനടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നോക്കിയപ്പോൾ 5-6 മിനിറ്റോളം നടക്കുന്നു. സാറേ ഒരു മിനിറ്റ്, ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ട്. എടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാടാ. ഞാന് എന്ത് പറ്റി? നീ ആ റഷീദുമായിട്ടൊന്ന് വരണം. നീ ഏത് റഷീദ്? റഷീദുമായിട്ടൊന്ന് വരണമെന്ന്. കഥ കടച്ച റഷീദ്? അതാരാ? ഇടാ എന്നെ ജാമ്യത്തിൽ നിറക്കണമെന്ന് കൊച്ചെന്നെ. അയ്യോ, കരമടച്ച റഷീദ്. അതെ, കരമടച്ച് കേസുമായിട്ടൊന്ന് വരണം. ഇനി എന്തെങ്കിലും നീ ഒന്ന് കൊണ്ടുപോയി എന്നെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. ഇത് എന്താ പറ്റി? എവിടെ? ഏത് സ്റ്റേഷനിലാ? ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ എറണാകുളത്ത് പാലാരിവട്ട സ്റ്റേഷനിലുണ്ട്. ഞാൻ എന്താ പറ്റി? എന്ത് വിഷയം? വലിയ വണ്ടിയിലും തട്ടിയാണ്? എന്തോ വണ്ടി തട്ടി മസാജിങ് സെന്ററിൽ ചെന്നൊന്ന് കേറി കൊടുത്തതാ എറണാകുളത്ത്. മസാജിങ് സെന്റർ തിരിച്ചുണ്ട്. എടാ മസാജിങ് സെന്ററിൽ ചെന്ന് കേറി കൊടുത്തു. നാശം പിടിക്കാനൊക്കെ. ഞാൻ വല്ല വണ്ടിയും തട്ടി വേറെ വല്ല മസാജിങ് സെന്ററിൽ എന്താ പരിപാടി? എടാ ഡെന്നിഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് പ്ലീസ് കോൾ മീ മസാജിങ് 3000 രൂപയുള്ളൂ, നിങ്ങൾ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന അവിടെ ഒരു പോസ്റ്റർ. അത് ഞാൻ കണ്ടോണ്ടൊന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറി. ഇനി വരാനും നാണക്കേടെന്ന് പറഞ്ഞാല് എടാ ഞാൻ ചെന്നു. ഞാനൊരു പായൊക്കെ ആയിട്ട് അവിടെ ചെന്നു. നിന്നെ വിളിച്ചിട്ട് അത് അറിഞ്ഞില്ല. പായയുടെ ഇവര് സ്പാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ആ പാത എന്റെ മനസ്സിൽ ഇവിടെ സ്പാ ഉണ്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പായൊക്കെ വെച്ചിരുന്നു. നാണക്കേടും കഞ്ഞൂറിലാക്കിന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് അവിടെ ഡെന്നിഫർ എല്ലാം വിളിച്ചു വരുന്നു. പക്ഷെ ഇവിടെ അവിടെ കണ്ടില്ല. ഞാൻ ചെല്ലുമ്പോ ഇവരാരും ഇല്ല അവിടെ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് ഒരു തടിമാരുടെ ഇറച്ചി വെട്ടുകാരനെ പോലെ ഒത്തിരിഞ്ഞ് വന്നേക്കാം. ഞാനാ ചേട്ടനെന്ന് ഞാനാ ചേട്ടനെ ചെയ്യുന്നതെന്ന്. അപ്പൊ അപ്പോഴേ എന്റെ പോയി, രണ്ടും പോയി. ഒരു എന്റെ മനസ്സിൽ ഈ ഡെന്നിഫർ എന്നെ വിളിച്ചില്ല. ഡെന്നിഫർ ഞാനും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കട്ടെ ഈ പ്രായത്തില് മസാജിന് വലിയൊരു പോയാല് അറിയാൻ കൊല്ലത്തില്ലേ? നാശം പിടിക്കാൻ അമ്മാമ്മയുടെ കാലിന് വേദനയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൊള്ളാമെങ്കിൽ അമ്മാമ്മയെ കൊണ്ടുപോയല്ലെന്ന് വെച്ചാൽ ഞാൻ ചെല്ലില്ല. കൊണ്ടുപോകാൻ വേണ്ടി മസാജ് സെന്ററിൽ വലിയൊരു പോയേക്കുന്നത് കൊള്ളാമെങ്കിൽ. എന്നിട്ട് വല്ല നടന്നോ? അത് പറ. കേക്ക് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒരു പയ്യൻ വന്നിട്ട് ന്യൂസ് പേപ്പർ തന്നു. ന്യൂസ് പേപ്പർ എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നത്തെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ വായിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. അതല്ല, അത് വിരിച്ചിട്ട് അതിനകത്ത് കിടന്നോളാൻ പറഞ്ഞു. ന്യൂസ് പേപ്പറിനകത്ത് കിടന്നോളാം. ഞാൻ ചോദിച്ചോട്ടെ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വല്ലതാണോ പോയത്? അത് മസാജ് സെന്ററിലാണോ പോയത്? ഞാൻ ഇമാരുടെ സെറ്റപ്പ് 3000 രൂപയൊക്കെ പറഞ്ഞു. എണ്ണത്തോണി അല്ലെ അങ്ങനത്തെ സാധനം നമ്മള് പ്രതീക്ഷിക്കുന്നേ. എണ്ണത്തോണിയൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഒരു ഉടുത്തലക്കാത്ത ഒരു ടർക്കി തോർത്ത് കൊണ്ട് തന്നു. അങ്ങോട്ടും എത്തത്തില്ല ഇങ്ങോട്ടും എത്തത്തില്ല. കീറി പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് എന്റെ ദേഷ്യം എല്ലാം കൂടെ കയറി വന്നു. ഞാനിത് എന്തോ ചെയ്യണമെന്ന് ഞാൻ ആപ്പടെ ഞാൻ കഴിച്ചിട്ട് അപ്പൊ ഇത് പുറത്ത് കിടക്കുവാ. ചെരുപ്പ് പുറത്ത് കിടക്കുവാണ്. നാശം പിടിക്കുക. ചെരുപ്പ് പുറത്ത് കിടക്കുവാ. ഞാൻ പറഞ്ഞു എന്റെ ചെരുപ്പ് പുറത്ത് കിടക്കുക. അത് ഞാൻ പോയി ഒരു തോർത്ത് മേടിച്ചോളാം. നിങ്ങളുടെ തോർത്ത് എനിക്ക് വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഒരെണ്ണം പോയി മേടിച്ച. അപ്പൊ ഇതൊന്നും അല്ല വിഷയം. വേറെ കേൾക്കരുത് സംഭവം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചു ചേട്ടാ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പോകാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള മഴവില്ലും ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഇതിനകത്ത് ഇതുവരെ കാണാത്ത സാധനം കാണാൻ പോന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വെച്ചു ചേട്ടന് ഇതോടുകൂടി ചേട്ടന് ബാക്ക് പെയിൻ മാറുമെന്ന് പറഞ്ഞു. ഇതോടുകൂടി ചേട്ടന്റെ ബാക്ക് പെയിൻ മാറുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ബാക്ക് പെയിൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടെ ഉള്ളവന് പുറത്ത് ഒറ്റ ഇടിയല്ലേ. എന്നിട്ട് പറയാം ഇത് ഇപ്പൊ വേദനയുണ്ടോ? ഞാൻ പറഞ്ഞു വേദനയുണ്ട്. ഈ വേദന 1 മാസത്തിൽ മാറുമെന്നാ പറഞ്ഞു. കേക്ക്
അത് കഴിഞ്ഞിട്ട് എനിക്ക് അവര് പുറത്തിട്ട് ഇടിച്ചോ? പുറത്തിട്ട് തന്നെ ഒരൊറ്റ ഇടിയുടെ അവന് ആ കൂടെ നിന്നവനെ ഒരു തടിയന് അവന് ഒറ്റ ഇടി. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞിട്ട് നടുവിന് വേദന ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ പറയുന്നറിയാമോ? ഇല്ലെന്ന് പറയാൻ പോയില്ല. എനിക്കറിയാം വണ്ടി എങ്ങോട്ടാ വളച്ചോണ്ട് വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നടുവേദന ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു. കള്ളം പറഞ്ഞു ഞാനോ, അല്ലെങ്കിൽ അറിയാം ഇടി വീഴും. അതുകൊണ്ട് എന്റെ പൊന്നെ അങ്ങനെ ലാസ്റ്റ് അവിടുന്ന് ഇതെല്ലാം പറഞ്ഞ് അത് ലാസ്റ്റ് ഇവനെ ഇങ്ങനെ കിടക്ക് റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര മരുന്നൊക്കെ കിടന്ന് കാണിച്ചു. പക്ഷെ അവർ ഇരിച്ചപ്പോഴാ ഇന്നുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ സാധനം കാണുമെന്ന് പറഞ്ഞില്ലേ? ഇതൊരു എക്സ്പീരിയൻസിലേക്ക്, നിങ്ങൾ ഇതുവരെ പോവാത്ത എക്സ്പീരിയൻസിലേക്ക് ഞാൻ പോയി. എന്തൊക്കെയോ ഞാൻ നക്ഷത്രം കണ്ടു. ഇത് അമ്മാമ്മ അറിഞ്ഞില്ലേ? അപ്പം ഇത് അമ്മാമ്മയൊന്നും അറിഞ്ഞില്ലെന്ന്. ഇത് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴില്ലേ കോമഡി. സ്റ്റേഷനിൽ ചെന്ന് എന്നെ ഷർട്ട് വരാൻ പറഞ്ഞു. ഷർട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് SI എന്റെ പുറത്ത് ഒന്ന് വായിക്കുക. കാണിക്കവഞ്ചി പൊളിച്ച് പണം മോഷ്ടിച്ചെന്ന് എന്റെ പുറത്ത് എഴുതി വെച്ചേക്കുക. എനിക്ക് മനസ്സിലായില്ലോ. എടാ ഞാന് സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ഷർട്ട് ഊരിയപ്പോ SI സ്വർണത്തിന് പൊള്ളും വിലയെന്ന് എന്റെ നെഞ്ചത്ത് നോക്കിയിട്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നപ്പോഴത്തേക്ക് പുള്ളി കാണിക്കവഞ്ചി പൊളിച്ച് പണം മോഷ്ടിച്ചു. എന്തോ സംഭവം അറിയാമോ? എനിക്ക് മനസ്സിലായില്ലോ. ഇതാ പത്രത്തിലെ വാർത്തയില്ലയോ? ആ മഷിയെല്ലാം കൂടെ അക്ഷരമെല്ലാം കൂടെ എന്റെ ദേഹത്ത് പിടിച്ചേക്ക് വന്നത്. ഇവരെന്നെ പത്രത്തിൽ കിടത്തില്ല ഇവിടെ. അതാ പറഞ്ഞ കാണിക്കവഞ്ചി കുത്തി പൊളിച്ചത് മോഷ്ടിച്ചു. ആ സാധനമൊക്കെ എന്നെ നോക്കി വായിക്കും SI. ഈ തിരുമ വെച്ച എണ്ണക്കകത്ത് മഷി വറുത്ത് മേത്ത് പിടിച്ചു. ഇതെല്ലാം അവന്മാര് വായിക്കുക. പോലീസ് അവിടെ നിന്നിട്ട് വായിക്കുക. ദൈവമേ, എന്റെ പൊന്നു കൊച്ചനെ അറിയാവുന്ന പോലീസ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അതായത് തമ്പുരാന്റെ കൃപ. അല്ലെങ്കിൽ ഇമാതിരി കേസെടുക്കാൻ ചെന്നാ അറിയില്ല, അവന്മാര് നല്ല ഇടി വെച്ച് വന്നേനെ. ഇടി വെച്ചു അറിയാവുന്ന പോലീസ് എന്ന് പറഞ്ഞ 2 അടി കൂടുതലൊന്നല്ലേ ഇടിച്ചെന്റെ മോന്തോടെ ഷെയ്ക്കന്മാര്. ഞാനൊരു കാര്യം അതെ, ഞാനിപ്പോ ഇത് അങ്ങോട്ട് വരാം. ഞാൻ ഇപ്പൊ എറണാകുളത്തിനാണെങ്കിൽ വരാം. എളുപ്പമാണ്. നീ വരുമ്പോഴത്തേക്ക് 3 പേര് ഇരിപ്പുണ്ട് ഇവിടെ. അവിടെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബൈക്കൊക്കെ വെച്ചിട്ട് കയറിയ സ്റ്റേഷനിൽ അതൊരു വരത്തില്ലയോ? ആ ഫാനൊക്കെ ഇട്ടേക്കുന്നതിന് താഴെ 3 പേര് ഇരിപ്പുണ്ട്. അതിന്റെ നടുക്കിരിക്കുന്നതാണ് ഞാൻ. എന്നെ വന്ന് വിളിക്കണം. എന്നാ വർത്താനം കൊട്ടാരത്താനെ വരും? എനിക്കറിയത്തില്ല. ഇത് എന്റെ ഇടയിൽ ഒരു വർത്താനം എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് വരത്തില്ലേ? എടാ പറയുന്ന മനസ്സിലാവുന്നില്ലയോ? പോലീസ് ഇടിച്ചിട്ട് എന്റെ ഷേപ്പ് മാറ്റി വെച്ചേക്കുക. നീ എന്നല്ല എന്റെ പെട്ടെന്നുള്ള എന്നെക്കൂടെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നടുക്കിരിക്കുന്നതാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ നടുക്കിരിപ്പുണ്ട്. നടുക്കിരിക്കുന്നതാണ് ഞാൻ. മറ്റേത് രണ്ടും ഞാനല്ല. നീ രസീത് എടുത്ത് അവർക്ക് കൊടുക്കരുത്. എന്നെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകേണ്ടത്. പത്രത്തിൽ വല്ല ഫോട്ടോ വരുമോ? ഇല്ലില്ല, ഒന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഈ പുള്ളി നിന്ന് പോകുന്നതല്ല. പുള്ളി ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ആളാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഒരബദ്ധം പറ്റിയതാണ്. ഒരു കാര്യം, ഈ സംഗതി പുറത്തറിയല്ലേ? ഈ മസാജ് സെന്ററിലൊക്കെ പോയെന്ന് പറഞ്ഞാൽ നാണം കേടാ. അമ്മാമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൾ എന്നെ കൊന്നുകളി. കാലിലെ 2 അതേ പോയില്ല. ഇനി കയ്യില് 2 നമ്മുടെ അമ്മ പിടിച്ചെടുക്കും. കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യമാ. അതുകൊണ്ട് നീ അത് പറയുകയും ചെയ്യരുത്. ഒന്നും അറിയരുത് കേട്ടോ. പാസ്റ്ററെ കാണാൻ പോകുന്നു പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ അമ്മയോട് പറഞ്ഞു. ഞാൻ മസാജ് സെന്ററിൽ ഇരിക്കുന്നു പാസ്റ്റർ. അല്ല പറയുന്നില്ല. ഞാനിപ്പോ തന്നെ അങ്ങ് വരാം. എളുപ്പവാ. ഞാൻ കേട്ടോ. ശരി. പിന്നെ ഞാനേ 2 അടിച്ചിട്ടുണ്ട്. കുഴപ്പമുണ്ടോ? അയ്യോ എന്റെ ദൈവമേ, പിടിക്കാൻ ഒരു ഉപകാരത്തിന് വിളിച്ചന്ന് വെള്ളം മൂഞ്ചിച്ച് നിൽക്കാവുന്നെ. ഞായറാഴ്ചയല്ലേ? ഞാൻ അടിച്ച കൂട്ടുകാർ കൂടി നിന്നെയും കൂടെ പിടിച്ച് ഞാട്ടിട്ട് ഇനി ആരെ വിളിക്കും എന്നുള്ള ഒരു സാധനം കൂടെ ഉറപ്പ്. എന്തായാലും നീ നിന്നെ പിടിക്കുകയാണെങ്കിൽ സുഭാഷിനെ വിളിക്കാം. അവനും വെള്ളമാ. സുഭാഷിന് വെള്ളം ഉണ്ടോ? ഞായറാഴ്ചയായിട്ട് നമ്മുടെ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടോ വെള്ളം അടിക്കട്ടെ? ആരെങ്കിലും ഉണ്ടോ? പീതാമ്പര ചേട്ടനെ വിളിച്ചാലോ? പീതാമ്പര ചേട്ടനോ? അയാൾ കഞ്ചാവല്ലേ? ഇവിടെ ഇത് നമ്മുടെ നാട്ടിൽ ഒരാളില്ല ഇവിടെ.
എന്റെ പൊന്നേ. ആ ഞാൻ ഈ വെള്ളം ഇറങ്ങി കഴിയുന്ന 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയോ? അന്നെ ഇവിടെ നിനക്ക് എന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയാൽ മതിയോ? ദൈവത്തെ ഓർത്തൊന്ന് വാ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എങ്ങനെയൊക്കെ വരാം. കുഴപ്പമില്ല. മാസ്ക് ഒക്കെ വെച്ചാൽ വന്നാൽ മതി. ഒരു മാസ്ക് വെച്ച് അത് മതി. മാസ്ക് വെച്ചാൽ മതി. പിടിക്കത്തില്ല. ഏലക്കയും ചോദിച്ചു ഒരു മാസ്കും വെച്ചോളിഞ്ഞി പോലെ കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ അങ്ങ് വന്നിട്ട് വിളിക്കാം. ഇവിടെ വന്നിട്ട് വിളിക്കും. ഓക്കേടാ. ശരി ശരി. ആ ശരി. ആ എടാ കൊച്ചാപ്പിച്ചാണ് പോലീസുകാരെ വിളിക്കുന്നു പോയത്. അടുത്ത ഞാൻ വരും.